നമ്മൾ ആദ്യം പോകുന്നത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും ഒരേപോലെ. കേന്ദ്രം നടത്തിയ ഓഡിറ്റിൽ 10 കോടിയിലധികം രൂപ തട്ടിയെടുത്തുവെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്നാൽ കൊള്ള സമ്മതിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലെ തിരിമറി കൂടി പുറത്തുവരുമെന്ന ഭയത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ തട്ടിപ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നാണ് സംസ്ഥാന നേതാക്കൾക്കുള്ള കേന്ദ്രത്തിന്റെ താക്കീതും. എസ് ഷീജയാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അക്ഷയ്. ഷീജ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി അറിയുന്ന വാർത്തയാണിത്. ദിവസം ചെല്ലുന്തോറും തട്ടിപ്പിന്റെ വ്യാപ്തി അത് വലുതായി വരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുടെ ഓരോരുത്തരുടെ പേരുകൾ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഇതാ കേന്ദ്രം നടത്തിയിരിക്കുന്ന ഓഡിറ്റിൽ തന്നെ 10 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അക്ഷയ്, അതായത് ഈ ബി.ജെ.പിയുടെ ഫണ്ട് വിവാദം അത് എവിടെയും അവസാനിക്കുന്നില്ല. അത് പല ഇടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ആദ്യം ഒരു കൊടിയിൽ തുടങ്ങിയ വിവാദമാണെങ്കിൽ അത് കൊടിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു വിവാദമായിരുന്നെങ്കിൽ പിന്നീട് പോസ്റ്ററുകൾ, ബാനറുകൾ, പ്രധാനമന്ത്രി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തിയതിലെ വാഹന പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച വാഹനത്തിന്റെ തുക, അങ്ങനെ ആ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ ആഴം കൂടുകയാണ്. ആദ്യം നമ്മൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ 1.5 കോടിയുടെ തട്ടിപ്പായിരുന്നെങ്കിൽ അതിപ്പോൾ 10 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂട്ടുന്നത്. എന്തായാലും ഇതിലിപ്പോൾ കേന്ദ്ര നേതൃത്വവും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും ബി.ജെ.പിയുടേത് ആകെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുന്നില്ല എന്നുള്ളത് ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് താല്പര്യമുള്ള ഇടങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് മൂടിവെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് മറുവിഭാഗം ഉയർത്തുന്ന വിമർശനം എന്ന് പറയുന്നത്. കേന്ദ്ര നേതൃത്വമാകട്ടെ, ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവും ഇതിൽ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളിലാണ് ഈ കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടി അടിയന്തരമായി സംസ്ഥാനത്ത് കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾക്കെതിരെ സ്വീകരിക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന് സമാനമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തുവരും എന്നുള്ളൊരു പേടി അത് കേന്ദ്ര ബി.ജെ.പി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ അടിയന്തരമായി ഒരു തീരുമാനം അല്ലെങ്കിൽ നടപടി വൈകുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം എന്ന് പറയുന്നത്. ഏതായാലും നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണെങ്കിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഇവിടെ തലസ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. നാളെ ബി.ജെ.പിയുടെ അടിയന്തര കോർ കമ്മിറ്റി യോഗവും വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അതേ തുടർന്ന് കോർ കമ്മിറ്റി യോഗവും മാറ്റിവെച്ചിരിക്കുകയാണ്. കോർ കമ്മിറ്റി യോഗം ചേരുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകും. നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള അതായത് ഇരു വിഭാഗങ്ങളും ഔദ്യോഗിക പക്ഷവും മറുപക്ഷവും വലിയ തോതിൽ ഇതിൽ പരസ്പരം പോർവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ കോർ കമ്മിറ്റി യോഗം ചേരുന്നതടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ തലസ്ഥാനത്ത് ഇനി 20-ാം തീയതിയോട് കൂടി മാത്രമേ എത്തുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ബി.ജെ.പി അക്ഷരാർത്ഥത്തിൽ ഈ ഫണ്ട് വിവാദം അത് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ ഒരു കടയുടെ GST നമ്പർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇതിൽ വ്യാജ രസീതടക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ കടക്കാരൻ GST ഉടമയായിട്ടുള്ള യഥാർത്ഥ കടക്കാരൻ അദ്ദേഹം പരാതിയുമായി രംഗത്ത് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ എത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവും ഉയർത്തുന്ന ഒരു വിമർശനം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പോലീസിൽ നൽകിയ പരാതിയിൽ പോലും ഒരു കൃത്യമായിട്ടുള്ള നടപടി അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഈ പരാതിക്കാരൻ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും ഈ ഒരു വിഷയത്തിൽ തുടർ നടപടികൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ അതുകൊണ്ട് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ കോർ കമ്മിറ്റി യോഗം ചേരുന്നത് അത് ഇനിയും വൈകുകയാണെങ്കിൽ കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതാക്കൾ
നേതാക്കൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലും പരസ്യ പ്രതികരണം നടത്തരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മുതിർന്ന നേതാക്കൾ, അതിപ്പോൾ വി മുരളീധരനാകട്ടെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൃഷ്ണദാസ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാകട്ടെ, ഇവരാരും തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറല്ല. അത് കേന്ദ്ര നേതൃത്വത്തിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ആരും ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്തത്. പക്ഷേ ഈ രീതിയിൽ കോർ കമ്മിറ്റി അടക്കം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും നേതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷയ്, തീർച്ചയായും ഷീജ, ഈ തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇത് അഞ്ജനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തട്ടിപ്പായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം ദിവസങ്ങൾ ചെല്ലുന്തോറും കോടികളുടെ തട്ടിപ്പാണ് പുറത്തേക്ക് വരുന്നത്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർദ്ധിച്ചു വരുന്നു. ആദ്യം 1.5 കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നു. 30 ലക്ഷത്തിന്റെ ഒരു കമ്മീഷൻ അഞ്ജന കൈപ്പറ്റിയത്. ഇപ്പോൾ ഇതാ കേന്ദ്ര നേതൃത്വം, BJPയുടെ നേതൃത്വം തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് 10 കോടിയുടെ തട്ടിപ്പ് പുറത്തായിരിക്കുന്നത്. എന്തായാലും ഇതിൽ അഞ്ജനയ്ക്ക് മറ്റ് നേതാക്കളുടെ സഹായം കൂടി കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അഞ്ജനയെ പോലെ ഒരു നേതാവിന് തനിച്ച് നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് ഇത്തരത്തിൽ തട്ടിയെടുക്കാനായി സാധിക്കില്ല. അപ്പോൾ ആ നിലയ്ക്ക് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റ് നേതാക്കളുടെ, മറ്റാളുകളുടെ കൂടി ഒത്താശയോട് കൂടി നടന്നൊരു തട്ടിപ്പായിട്ട് കാണണം. തീർച്ചയായും അക്ഷയ്, അതിലൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം അഞ്ജനയ്ക്ക് ഒറ്റയ്ക്ക് ഈ രീതിയിൽ ഒരു വലിയ തട്ടിപ്പ് കേന്ദ്രം നൽകുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേന്ദ്ര നേതൃത്വം നൽകുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ നടത്തുവാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് അഞ്ജനയ്ക്ക് സഹായമായത് അല്ലെങ്കിൽ ഈ തട്ടിപ്പിന്റെ മുഖ്യമായ പങ്ക് വഹിച്ച വ്യക്തി അത് രാജീവ് ചന്ദ്രശേഖറിന് അടുത്തുള്ള സംസ്ഥാന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്നൊരു വിമർശനം എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ സംസ്ഥാനത്ത് എല്ലാ തലത്തിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് മുൻകൈ എടുത്ത് നിൽക്കുന്നൊരു വ്യക്തി അദ്ദേഹമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പ്രധാനമായും BJPക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ഒരു പരിശോധന അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ളൊരു പരിശോധന നടത്തി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് BJPക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നൊരു വിമർശനം. മറുഭാഗവും ഉണ്ട് ഇതിന്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിലേക്ക് തന്നെ പരാതി നൽകി അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു തരത്തിലുള്ള നീക്കങ്ങൾക്കും ഏതായാലും BJP നേതൃത്വം ഇതുവരെയായി തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിലടക്കം രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലടക്കം വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ രീതിയിൽ നടപടികൾ, അന്വേഷണം ഒക്കെ ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം അത് BJPക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിൽ പുകയുന്നുണ്ട്. അത് വലിയ ഒരു പ്രതിഷേധ സ്വരത്തിലേക്ക്, ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇനിയും ഇതിൽ നടപടി വൈകുകയാണെങ്കിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഷീജ. അതായത് ഈ BJPയിലെ പടലപ്പിണക്കം അത് തന്നെയാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നല്ലോ. കാരണം മറ്റൊരു മാർഗത്തിലൂടെയും ഈ തട്ടിപ്പ് സംബന്ധിച്ച അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കണക്കുകൾ പുറത്തേക്ക് വരാനായിട്ട് ഒരു സാധ്യതയുമില്ല. കൃത്യമായിട്ട് ഇവിടെ സംസ്ഥാന നേതാക്കൾക്കിടയിൽ നിന്നാരോ കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു, ഒപ്പം മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ദിവസങ്ങൾ ചെല്ലുന്തോറും, ഓരോ ദിവസം തോറും കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ BJPയിലെ ഒരു പടലപ്പിണക്കത്തിന്റെ ഒരു സാധ്യത കൂടി നമ്മൾ ഇതിൽ കാണേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു BJP സംസ്ഥാന ആകുന്ന സമയത്ത് തന്നെ വലിയ തോതിലുള്ള പടലപ്പിണക്കം BJPക്കുള്ളിൽ ഉടലെടുത്തിരുന്നു. ഏതായാലും ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലടക്കം ഈ പടലപ്പിണക്കം BJPക്കുള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം BJPക്കുള്ളിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് അത് ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കൊടികളുടെ കാര്യത്തിലാണെങ്കിലും വാഹന പ്രചരണത്തിന് ഉപയോഗിച്ച ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് കൂടുതൽ പുകയുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാട്ടിത്തരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള അവർക്കുള്ളിലുള്ള BJPക്കുള്ളിലുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തേക്ക് വരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിന്റെ ഭാഗമായുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം അതിനിപ്പോൾ നടപടി വൈകുന്ന ഒരു ഘട്ടമാണെങ്കിൽ BJP കേന്ദ്ര നേതൃത്വത്തെ തന്നെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷയ്, ഈ ഷിജയ്, ഔദ്യോഗിക നേതൃത്വം, അതായത് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടി അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന് നമ്മൾ കരുതണം. കാരണം
അഞ്ജനയെ പോലെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം ഈ വിദേശത്തുണ്ടായിട്ടും ഇന്നലെ എത്തേണ്ടതായിരുന്നു, പക്ഷേ എത്തുന്നില്ല. 18-ന് അടിയന്തര പ്രാധാന്യത്തോടെ ചേരേണ്ട കോർ കമ്മിറ്റി യോഗം നീട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടി ഒരു അറിവ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലേ? അത് എത്രത്തോളമാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അക്ഷയ്. കാരണം രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അതിൽ എത്രത്തോളം രാജീവ് ചന്ദ്രശേഖരന് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരും. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി അത് 10 കോടിയിൽ അവസാനിക്കുമോ? ആർക്കൊക്കെയാണ് ഇതിൽ പങ്ക്? അഞ്ജനയ്ക്ക് മാത്രമാണോ? അഞ്ജനയ്ക്ക് മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജനയ്ക്ക് പുറമെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ആർക്കൊക്കെയാണ് ഈ തട്ടിപ്പിൽ പങ്കുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.